ഹായ് ഹലോ കഥൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം വേസ്റ്റില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവാം. ഒന്നുമില്ല, കടങ്കാവൽ സിനിമ ദേ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്നു, അതിന് അടുത്ത ആഴ്ച ഇറങ്ങുന്നു, അടുത്ത മാസം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ അവസാനം നവംബർ 27 ക്ലോസ്ഡ് ആയി ഡീല്. എന്നിട്ട് ഇപ്പൊ ദേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നു. സിനിമ പോസ്റ്റ്പോൺ ചെയ്യാണെന്നുള്ള റൂമേഴ്സ്. അത് കഴിഞ്ഞ് ദേ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നു. സിനിമ വേറൊരു ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു ആൻഡ് പോസ്റ്റ്പോൺ ചെയ്യാൻ പോകുന്നു. ആൻഡ് ആ ഡേറ്റ് ഇതുവരെയായിട്ടും കൺഫേംഡ് ആയിട്ടില്ല. കൺഫേംഡ് ആവുന്ന സമയത്ത് ഒരു അപ്ഡേറ്റ് തരുന്നുള്ളത്. ഇതെന്താണാവോ? എന്റെ ഒരു മനസ്സിലാക്കലില് ഇപ്പൊ നവംബർ 27 കഴിഞ്ഞ് ഇനി ഒരു ഡേറ്റിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ജാനുവരിയിലേക്ക് 2026 പുഷ് ചെയ്യും, അല്ല ഡിസംബറിലേക്ക് ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസംബറിലേക്ക് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ പിന്നീട് റിലീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് സിനിമകളാണ് വരാനുള്ളത് സെക്കൻഡ് വീക്കിലേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ മറ്റേ ലോക്ക്ഡൗൺ, നമ്മുടെ ഡിസംബർ വെക്കേഷൻ മൂവീസ് ആയിട്ട് മലയാളത്തിൽ നിന്ന് ഒരുപാട് മൂവീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോളിവുഡ്, തമിഴ് കുറെ കുറെ സിനിമകൾ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ ഒരു സിനിമ ഇറക്കുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ്. ആൻഡ് ജാനുവരിയിലേക്ക് പോണ സമയത്ത് അതാണ് പ്രൊഡക്ഷൻ വൈസ്, ഐ മീൻ അവർക്ക് ഒരു മണി വൈസ് അവര് ജാനുവരിയിലേക്ക് പുഷ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. എന്നാലും ഡിസംബർ ഫസ്റ്റ് വീക്കിലേക്ക് മാറും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഡിസംബർ 5th ആണ് പറയണത്. ആ ഒരു ഡേറ്റിലേക്ക് റിലീസ് മാറ്റും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാനുവരി ആയിരിക്കും ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം, അപ്ഡേറ്റ് വരട്ടെ. പക്ഷെ ഒരുപാട് എന്താ പറയാ കാത്തിരുന്ന സിനിമയായിരുന്നു. ഇനി വീണ്ടും ഇങ്ങനെ കാത്തിരിപ്പിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ ഒരു ഒരു വിഷമം. മമ്മൂക്കനെ സ്ക്രീനിൽ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. ഇപ്പൊ അടുത്ത ആള് എല്ലാ പരിപാടിയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് ഓഫ് സ്ക്രീനിലും കുറെ കുറെ വൈബ്സും കാര്യങ്ങളൊക്കെ ആളാ കിട്ടിയത്. ആൻഡ് സിനിമ ഇങ്ങനെ ലേറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഒരു വിഷമം. നമുക്ക് ഇത്രയും കാത്തിരുന്നോണ്ടായിരിക്കാം. പിന്നെ ആ ഒരു ക്യാരക്ടർ അടിപൊളി ക്യാരക്ടർ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കേൾക്കുന്നോണ്ടായിരിക്കാം സിനിമ ലേറ്റ് ആവും എന്ന് പറയുമ്പോൾ ഇത്തിരി സങ്കടം. എന്തായാലും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവര് വേഗം തന്നെ സിനിമ ഇറക്കട്ടെ. ആൻഡ് കുറെ പേര് പറയുന്നുണ്ട്, കുറെ റൂമേഴ്സ് ഉണ്ട്, OTT ഡീൽസ് ഒന്നും ലോക്ക് ആവാത്തോണ്ടാണ് സിനിമ പോസ്റ്റ്പോൺ ചെയ്യണത് എന്നുള്ളത്. എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നില്ല പറഞ്ഞ പോലെ ഡിസംബർ സെക്കൻഡ് വീക്ക് ഒക്കെ ആയിട്ട് ആ സിനിമ റിലീസ് ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്ലാഷ് റിലീസ് ഉണ്ട്. അതിനിടയിൽ തിയേറ്റർ സ്പേസ്, തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ കിട്ടാനും ഭയങ്കര പാടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ജാനുവരിയിലേക്ക് പോകുമോ എന്നുള്ളത് അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഡിസംബറിൽ ഇറങ്ങുമോ അതും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പോ നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കണം. അപ്പം നിങ്ങൾ എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതും യു ക്യാൻ ഷെയർ ത്രൂ ദ കമന്റ് ബോക്സ്. ഐ മീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമന്റ് ബോക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാം. നമുക്ക് സംസാരിക്കാം. ആൻഡ് പറഞ്ഞ പോലെ കുറെ സ്ഥലങ്ങളുടെ ഫാൻ ഷോ ടിക്കറ്റ്സ് ഒക്കെ സെല് ചെയ്തു, കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യമൊക്കെ ഇനിയിപ്പം പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് ഓരോന്നൊക്കെ മാറ്റേണ്ടി വരും. എന്തായാലും സിനിമ ഇറങ്ങട്ടെ, കാത്തിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് എന്തായാലും അത്രയും ഹോപ്പ് ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ റീസൺ ആ ആ ഒരു കഥ മീൻ എനിക്കറിയില്ല എങ്ങനെ അത് പറയേണ്ടതെന്നുള്ള. മമ്മൂക്കയുടെ ആ ക്യാരക്ടർ ഒരു ഡിഫറൻസ് ഉള്ള ക്യാരക്ടർ ആണെന്നുള്ള ആ ട്രെയിലറൊന്നും ടീസറൊന്നൊക്കെ 100% ക്ലിയർ ആണ്. അപ്പോൾ ആ സിനിമ എന്തായാലും സ്പെഷ്യൽ തന്നെയാണ്. അത് അത് കാണണം തന്നെയാണ്. അത് എന്തായാലും കാണും, ഡെഫിനറ്റ്ലി കാണും. അപ്പൊ അത് അത്രയും എന്താ പറയാ കാത്തിരിക്കുകയാണ് ആ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് വേഗം തന്നെ ഇറക്കട്ടെ, ഇറക്കുമെന്ന് വിശ്വസിക്കണം. അപ്പൊ നമുക്ക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യും. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ ടിൽ ദെൻ ബൈ.